ഒരാള് കരയുമ്പോ അത് 100% ഔട്ട് പോകും. നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്നത് ഔട്ട് പോകുമോ എന്നത് പോലും ഡൗട്ട്ഫുൾ ആണ്. ഉടനെ അർജുൻ, ജാസ്മിന്റെ കാര്യമാണോ പറയുന്നത്? അവൾ എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസ് കണ്ടിട്ട് അതിലെ ക്യാരക്ടർ പിടിച്ച് പോകുന്നതാണ്. അപ്പൊ സിജോ പറയുന്നു, ഇപ്പൊ 46 ദിവസമായി, 50ാമത്തെ ദിവസം ലാലേട്ടൻ വന്ന് ഇത് പൂട്ടിക്കെട്ടി ഒരാൾക്ക് കപ്പടിക്കാനാണെങ്കിലും അവൾക്ക് കപ്പടിക്കണം. അതിനുവേണ്ടിയാണ് അവളിപ്പോ ഈ ഷോ ഇറക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും വയ്യാതായി, 50ാമത്തെ ദിവസം ഈ ഷോ അവസാനിക്കുകയാണ് എന്ന് കരുതുക. അവള് ജയിക്കും ഈ ഒരു സീസൺ. അതാണ് അവളുടെ പ്ലാൻ. അർജുൻ ഈ പോയിന്റിന് ശരിവെക്കുന്നുണ്ട്. അർജുൻ പറഞ്ഞതിനോടും സിജോ പറഞ്ഞതിനോടും ഞാൻ 100 അല്ല 150ഉം 200% യോജിക്കുന്നു. ഇവരുടെ ഈ ഒരു കോൺവെർസേഷൻ ലൈവില് മൊത്തമായിട്ട് എഡിറ്റർ മാമൻ കാണിച്ചിട്ടില്ല. വീണ്ടും എഡിറ്റർ മാമന്റെ ഒരു ഫൗളാണ് ഇത്. ഇടയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് വീണ്ടും ഡെൻ റൂമിലെ ആ ഒരു നാടകത്തിലേക്കൊക്കെ പോയി. സിജോ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുറത്തെ എല്ലാ കാര്യങ്ങളും സിജോയ്ക്ക് A to Z അറിയാം. അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് സിജോ അതിനകത്തേക്ക് കയറിയത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. സിജോയുടെയും വൈൽഡ് കാർഡുകളുടെയും പിന്നെ ലാലേട്ടന്റെയും ഒക്കെ അപ്രോച്ചിൽ നിന്ന് കുറെ കാര്യങ്ങൾ വായിച്ചെടുത്ത് അർജുനും ഇവരുടെ ഈ ഒരു ജാസ്മിന്റെയും ഗബ്രിയുടെയും പുറത്തെ ഇമേജിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. അതാണ് രണ്ടുപേരും കറക്റ്റ് പോയിന്റുകൾ വെച്ച് സംസാരിച്ചത്. നമുക്ക് ഇത്രയും ഒരു കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനും കാരണം അതാണ്. ജാസ്മിൻ ഗബ്രി എന്നവരുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് ഒരു തേങ്ങയില്ല എന്ന് അവിടെ ഉള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ രണ്ടെണ്ണം മാത്രം അത് മനസ്സിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ അകത്തെ കോമഡി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.